അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഫൻ തുണിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 3 തുണി എല്ലാവർക്കും നിർബന്ധമാണ്, മക്കൾക്ക് പോലും തടയാൻ അവകാശമില്ല. 3 കഴിഞ്ഞാൽ 5. ആ 5-ൽ 2 രൂപമുണ്ട്. അതേതാണ്? 2 പിന്നെ അരയുടുപ്പും നീളക്കുപ്പായും തലീക്കെട്ടും 2 പൊത. അതാണ് എന്തിനേക്കാൾ നല്ലത്? 3 തുണിയും കമ്മീസും ഇമാമത്ത്. അരയുടുപ്പ് ഒഴിവാക്കിയിട്ട് നീളക്കുപ്പായും തലീക്കെട്ടും 3 തുണിയും അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നല്ലത് അരയുടുപ്പ് 2 പൊത, അരയുടുപ്പ് 2 പൊത, കമ്മീസ് ഇമാമത്ത്. 2 പൊത ഇസാറ്, കമ്മീസ് ഇമാമത്ത്, 5 വസ്ത്രം. അതാണ് എന്തിനേക്കാൾ നല്ലത്? 3 പൊതയും കമ്മീസും ഇമാമത്തിനേക്കാൾ, തലീക്കെട്ടും ഈ നീളക്കുപ്പായത്തേക്കാൾ. അപ്പോൾ അരയുടുപ്പ്, കമ്മീസ്, ഇമാമത്ത്, അരയുടുപ്പ്, നീളക്കുപ്പായം, തലീക്കെട്ട്, 2 പൊതി. ഇതാണ് പുരുഷനിക്ക് ഏറ്റവും മഹത്വമായത്. ഇവിടെ ഈ കമ്മീസ് എന്ന് പറയുന്നത് അത് ചെയ്യാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനിക്ക് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനിക്ക് അങ്ങനെ കമ്മീസ്, ഇമാമത്ത്, തലീക്കെട്ടും നീളക്കുപ്പായം പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ചില നാടുകളിൽ അതൊരു പതിവായിട്ട് നിർബന്ധം പോലെയുണ്ട്, ചെയ്യുന്നത് എതിർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ ആക്കിയത് ഒരു ആചാരമുണ്ട്. നല്ല വലിയ വെള്ളം വാങ്ങിയിട്ട് നടുക്കൊരു ഓട്ടയാക്കി തല അങ്ങ് ഇട്ടിട്ട് 2 ഭാഗത്തൊക്കെ എടുത്ത് തുന്നി കെട്ടുക. നീളക്കുപ്പായത്തിന് ഒരു ചാക്ക് പോലെ നമ്മൾ സ്ഥലത്ത് ഉടുക്കുന്ന വലിയ നീളക്കുപ്പായത്തോടെ തുണി വാങ്ങിയിട്ട് നടുക്ക് ഓട്ടയായി കഴുത്തിലൂടെ താത്തിട്ട് 2 ഭാഗത്തോടെ തുണി തുടങ്ങി തുന്നുക. അത് ഹെറാമാണെന്ന് ഷെർക്കായി പോലുള്ള കിതാബ്. നീളക്കുപ്പായം ഇടുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലത്ത് തയ്ക്കുമ്പോഴത്തെ വസ്ത്രമാവണം. അല്ലാത്തത് ഒരാളെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള അതൊരു കളിയാക്കുന്ന വസ്ത്രമാണ്. അത് പറ്റില്ല. കുപ്പായം പിന്നെ കയ്യും കഴുത്തിലുള്ള കുപ്പായം, അത് സാധാരണ പെണ്ണുങ്ങൾ നിസ്കാര കുപ്പായം, സാധാരണ നമ്മൾ അറബികൾ ധരിക്കുന്ന കന്തൂറ, അതുപോലെ അല്ലാതെ തുണി തൽക്കൂട് താത്തിട്ട് 2 ഭാഗത്ത് തുന്നി കെട്ടുന്ന കൈയില്ലാത്ത കുപ്പായം പാടില്ല എന്ന് ഷെർക്കായി പോലുള്ള കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കഫൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുളിപ്പിക്കുന്നതിന് 1 രൂപ പറഞ്ഞ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, 3 പ്രാവശ്യം കഴിയുന്നതിന് 2 രൂപ ഉണ്ട്. അതിൽ നല്ലത് ആദ്യം വെള്ളം ഒഴിക്കുക, സോപ്പിട്ട് കഴുകുക, പിന്നെ അതിന് സോപ്പിടുക, എന്നിട്ട് അത് കഴുകുക, പിന്നെ നല്ല വെള്ളം, പിന്നെ സോപ്പിടുക, അത് കഴുകുക, പിന്നെ നല്ല വെള്ളം, പിന്നെ അങ്ങ് ചെയ്യുക. അവസാനം 3 നല്ല വെള്ളം. എന്നാൽ നല്ലത് ഇതിനെ ഇങ്ങനെ ആക്കല: സോപ്പിടുക, കഴുകുക, സോപ്പിടുക, കഴുകുക, സോപ്പിടുക, കഴുകുക, ലാസ്റ്റ് 3 പ്രാവശ്യം. അത്തവാലി ഔനാമിന തെഫിലേക്ക് ബാജൂരി വെള്ള കിതാബിൽ പറയുന്നത് തുറന്നിട്ടുള്ള നല്ല വെള്ളം നല്ലത്. 1 പ്രാവശ്യം സോപ്പിടുക, കഴുകുക, 2ാമത് സോപ്പിടുക, കഴുകുക, 3ാമത് സോപ്പിടുക, കഴുകുക, പിന്നെ ലാസ്റ്റ് നല്ല വെള്ളം. അതിൽ ആദ്യം ഒഴിക്കുന്ന 2 വെള്ളത്തിൽ കർപ്പൂരം സുന്നത്തിന് മാത്രം ഇടുക. ലാസ്റ്റ് കുറച്ച് വേണ്ട, ലാസ്റ്റ് കർപ്പൂരം നല്ല കുറച്ച് കയറ്റി ഒഴിച്ചാൽ മതി. അപ്പം വിഷയം അവിടെ പറഞ്ഞു. അപ്പം മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണി കൊണ്ടുവന്നാൽ ഇങ്ങനെ 3 തുണിയിലും കഫൻ തുണിയിൽ ചേർത്ത് അത് ശരിക്കും തോർത്തി അവിടെ കൊടുന്നാൽ, അവിടെ കൊണ്ടുവന്നിട്ടാകുമ്പം ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ്, അല്ല ഇത് കൊണ്ട് എല്ലാ സ്ഥലത്തും വേണ്ടാത്ത ചില ദുഷിച്ച പതിവ്. ഇനി ആരും കാണാനുള്ള ആരും കയറിക്കോ, അവർ മാത്രം കയറിയാൽ ഈ മയ്യത്ത് കാണിച്ച പുണ്യമുള്ള കാരണം സമയം ചില 9 മണിക്ക് മയ്യത്ത് കാണിച്ചിട്ടുണ്ടാവും. അത് പിന്നെയും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയും കുറേ അന്യപുരുഷന്മാർ, കുറേ അന്യ പെണ്ണുങ്ങളും കയറി തിരക്കാക്കേണ്ട യാതൊരു മയ്യത്ത് കാണൽ പ്രത്യേക സുന്നത്തുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് കൂടുന്ന സ്വഭാവം കൈപ്പിച്ച് കൊണ്ടതിന് ശേഷം കുളിപ്പിക്കുന്ന തൂയി നോക്കൽ ഹറാമാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് മയ്യത്ത് കാണാൻ വേണ്ടി കുറേ ആൾ നിൽക്കുന്നത് വേണ്ടാത്ത പണിയാണ്, അത് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ കുളിപ്പിച്ച് 3 തുണി അവിടെ കൊണ്ടുവന്നു. ഷഡ്ഡിയെല്ലാം കെട്ടിയല്ലോ. ഇനി എങ്ങനെ കഫൻ ചെയ്യേണ്ടത്? ബൽത്തുവാ മുന്തിക്കണം എന്ന് പറയുമ്പം തുണി ഏർന്ന് പൊന്തിക്കണം. വലഭാഗത്ത് നിന്ന് പൊന്തിക്കണമെന്നോ വലഭാഗത്ത് നിന്ന് പൊന്തിച്ച് ഇടത്തൊക്കെ ആകുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് മലയാളത്തിൽ പറയാമല്ലോ, വെൽത്തേനെ പൊന്തിക്കാം. ഇടഭാഗത്തെ തുണി പൊന്തിച്ചിട്ട് വലഭാഗത്തേക്ക് മറിക്കാലും പറയാമല്ലോ, വെൽത്തേനെ പൊന്തിച്ചിരുന്നു. മലയാളത്തിനൊക്കെ പറഞ്ഞാൽ സാധാരണ പറഞ്ഞാൽ വെൽത്തിനെ പൊന്തിക്കണം, വെൽത്തേനെ പൊന്തിക്കൽ സുന്നത്താ. ആ വെൽത്തെ ഞാൻ മയ്യത്ത് കുളിപ്പിക്കുന്നത് പറഞ്ഞ പോലെ ചുരുങ്ങിയ മസാല. മയ്യത്ത് കുളിപ്പിക്കാൻ എളുപ്പം വഴി സാധാരണ ജീവിച്ചിരിക്കുന്ന ആൾ രാവിലെ ഉറങ്ങി എണീച്ചാൽ കുളിക്കും പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതുപോലെ വെൽത്തേനെ മുന്തിക്കാൻ വെച്ചാൽ ഏത് ഭാഗത്തുനിന്നാണ് തുടങ്ങേണ്ടത്? അത് നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ തുണിയെടുക്കുന്ന അവസ്ഥ എങ്ങനെയാണ്?
ഇടത്ത് ഭാഗത്തെ തലയിപ്പത്തിൽ വലഭാഗം മേലാക്കിയിട്ട്. നമ്മൾ സാധാരണ മുസ്ലിം പുരുഷന്മാർ തുണി എടുക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാ ഇടഭാഗത്തെ തുണി എടുത്ത് വലഭാഗത്തേക്ക് മടക്കിയിട്ട് വലഭാഗം മേലെ വരിക. ഇതിനാണ് ഇടത്തേനെ മുന്തിക്കുക എന്നുള്ളത്. സാധാരണ മുസ്ലിങ്ങൾ തുണി എടുക്കുന്നത് പോലെ കെട്ടി പൂർണ്ണമായി പൊതിഞ്ഞ് അത് 3 തുണി ഒരുപോലെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അടിയിൽ വെക്കുക, വലുത് അടിയിൽ വെക്കുക, ബാക്കിയുണ്ട് ചെറുത്. തുണി കുറച്ച് നീളം കൂടുതലുണ്ടെങ്കിൽ തലൻ്റെ ഭാഗത്ത് ബാക്കിയാൽ മതി. 2 ഭാഗത്തും കുറച്ച് കുടുംബാന്നിട്ട് കെട്ടലുണ്ടല്ലോ, ആ കെട്ടുന്ന തുണിൻ്റെ ഭാഗം തലഭാഗത്താണ് കുറച്ചധികം വെക്കൽ സുന്നത്ത്. തുണി ഉണ്ടെങ്കിൽ, തുണി അധികം ഉണ്ടെങ്കിൽ 2 ഭാഗത്തും ഒരുപോലെ അല്ല വെക്കൽ നല്ലത്. അതുണ്ടെങ്കിൽ തലഭാഗത്തുള്ള ബക്കയത്താണ് കുറച്ച് കൂടുതൽ വെക്കുന്നത് നല്ലത്. അങ്ങനെ ഭദ്രമായി കെട്ടി അതൊക്കെ കാണുന്ന അവസരത്തിൽ, ഇതൊക്കെ കാണുമ്പോഴേ ക്യാമറ തന്നെ പിടിക്കുന്ന ഒരു കാലത്തുണ്ടാവും. എല്ലാ സ്ഥലത്തും ഇന്ന് ക്യാമറയാണ്. ക്യാബൻ തവാഫയും മയ്യത്ത് കുളിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ അവിടെ കഫൻ ചെയ്യുന്ന അവസരത്തിൽ നമ്മളവിടെ ചിന്തിക്കണം. ആ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ കടമ അവിടുന്ന് യാസീൻ ഓതാറിന് സാധാരണ നല്ലതാണ്. ആ ജനങ്ങൾ സംസാരം ഒഴിവാക്കാൻ വേണ്ടി അവിടെയൊക്കെ ഖുർആത്ത് മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലത്ത് പല സ്ഥലത്തും അതില്ല. മണ്ണ് വാരിട്ടേന് ശരിയേ തുടങ്ങുന്നു ഇത് തസ്ബീത്ത്, അതുവരെ വിഷയം പറയും. എന്നാൽ ചില നാടുകളുടെ ശീലം മയ്യത്ത് കൊണ്ടുപോയി കല്ലങ്ങ് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കല്ല് വെച്ച് മണ്ണ് വാരിയിട്ടാൽ അപ്പം തുടങ്ങും യാസീൻ അൽ ഫാത്തിഹ. യാസീൻ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മറുമാടി കഴിയും. എന്നിട്ട് യാസീൻ ചെറിയൊരു ദുആ കഴിഞ്ഞിട്ട് പിന്നെ തസ്ബീത്ത്, തൽക്കീം കഴിഞ്ഞിട്ട് തസ്ബീത്ത് ചെയ്യലാണ് ശരിയായ രൂപം. കൂടുതൽ നാടുകളിൽ നടക്കുന്ന നേരെ മറിച്ചാണ്. മണ്ണ് വാരി ഇട്ടാൽ തന്നെ തസ്ബീത്ത് നിൻഹാഹലക്കിനാക്കും കഴിഞ്ഞാൽ അന്നേരം തന്നെ എന്നാലും സംസാരിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അത് ജനങ്ങൾക്ക് നാട് നിൽക്കാൻ സമയമില്ലാതെ പറ്റാ. നിൽക്കാൻ സമയമുണ്ടോ ഇല്ലേ അതല്ല, സുന്നത്ത് പോലെ ചെയ്യലാണ് അതിൻ്റെ. അങ്ങനെ ചെയ്താൽ കൂലി കിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഏറ്റവും നല്ലത് തമാമുദ്ദഫൻ്റെ ശേഷമാണ്. അത് ദർശി പോലുള്ള കിതാബ് നോക്കിയാൽ 10 മിനിറ്റ് കാണും. അവിടെ തസ്ബീത്തിൻ്റെ ശേഷമാണ്, തൽക്കീൻ്റെ ശേഷമാണ് നമ്മൾ തസ്ബീത്ത് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കഫൻ ചെയ്യുന്ന അവസരത്തിലും ഖബർ മറവാളുന്ന അവസരത്തിലും നമ്മൾ സുന്നികളുടെ പതിവാണ് പല സ്ഥലത്തും മയ്യത്ത് കൊണ്ടുപോകത്തിലൊക്കെ മൗനമായി പോകുന്ന പുതിയ ആശയക്കാർ അവിടെയൊക്കെ യാസീൻ ദിക്റൊക്കെ എതിർക്കും. പക്ഷേ അങ്ങനെയല്ല, അവിടെയെല്ലാം ദിക്ർ കൊണ്ട് ജോലിയാവലാണ് സുന്നത്ത്. അല്ലെങ്കിൽ ജനങ്ങൾ സംസാരത്തിലേക്ക് മറ്റും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ജോലിയാവലാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മയ്യത്ത് കഫൻ ചെയ്യുന്ന അവസരത്തിലും ഇപ്പോൾ ഉണ്ട് യാസീൻ ഓതൽ. അവിടെ അങ്ങനെ യാസീൻ കഴിയുന്നതിന് മുമ്പ് കഫൻ തുണി ഇത് പൊതിഞ്ഞ് തീരും. അങ്ങനെ പൊതിഞ്ഞ് ഭദ്രമായി കെട്ടി 3 ഭാഗത്ത് 3. അപ്പോൾ അത് കെട്ടുന്ന അവസരത്തിൽ നമ്മളൊക്കെ വേണ്ടതെന്ന് പറയും യാസീൻ ഓത്തിലല്ല, അത് നോക്കിയിട്ട് ഇതുപോലെ നാളെ എനക്കും പോകാനുണ്ടല്ലോ എന്ന് നല്ല ചിന്ത. മരിച്ചെടുത്ത് വലിയ ഗവൺമെൻറ് ആശുപത്രി ഹാളിൽ കിടക്കുന്ന സ്ഥലത്തെല്ലാം പോയാൽ മരണത്തെപ്പറ്റി ചിന്ത നമുക്ക് വരും. ആ ചിന്ത ഉണ്ടാക്കണം. അത് മയ്യത്തിൽ കവർ വെച്ചതൊക്കെ നോക്കുമ്പോൾ ഇത് എനിക്കും നാളെ വരാനുള്ളതാണല്ലോ എന്ന ചിന്തയിലാവണം. മറ്റൊന്നിനാൽ മരിച്ച ബന്ധുക്കളെ പറ്റിയോ ഓൻ്റെ മക്കളെ പറ്റിയോ എന്നല്ല നീയാണെന്ന് ആലോചിക്കേണ്ടത്. ഇനി ഇവർക്ക് ആരാന്ന് എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം ചിന്തയാണ്. ഇപ്പം നോക്കേണ്ടത് ഇതാണ്. അങ്ങനെ മയ്യത്ത് കഫൻ ചെയ്തിട്ട് ഞാൻ പിന്നെ ആ കഫൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ യാസീൻ വിടാൻ വേണ്ടി അവിടെ പ്രത്യേക സുന്നത്തല്ല ഈ സംസാരം ഉണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ ഇടുങ്ങിയ സമയമാണെങ്കിൽ, ഉദാഹരണം മഗ്‌രിബിന് നോമ്പ് തുറക്കാനാകുന്ന സമയം, മഗ്‌രിബിന് ഒരു ഇടുങ്ങിയ സമയമാണെങ്കിൽ എത്തിയെടുത്ത് ദുആ യാസീൻ പൂർത്തിയാക്കാൻ. ചില ദുആകൾ ദൂരം വന്നവർക്ക് പോകാനുണ്ടെങ്കിൽ യാസീൻ എത്തിയെടുത്ത് വെച്ച് ദുആന്ന് വിട്ടു കൊടുക്കലാണ് നല്ലത്. കാരണം കഫൻ ചെയ്യാൻ അത്രേ വേണ്ടു. മാന്തല്ലാത്ത പുള്ളി കഫൻ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ തീരാൻ വേണ്ടി കുറേ നിൽക്കുമ്പോൾ മഗ്‌രിബ് വാങ്ങുന്ന സമയം ഉണ്ടായിട്ടുണ്ട്, നോമ്പ് തുറക്കാനായിട്ടുണ്ടാവും. അവിടെയൊക്കെ യാത്രയിലൊക്കെ നിസ്കാരം നിസ്കരിക്കാതൊക്കെ ചെറിയ റുഖ്സാന്നിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം കഫൻ ചെയ്യുന്ന അവസരത്തിൽ യാസീൻ ഓതുന്ന പ്രത്യേക സുന്നത്തൊന്നും ഇല്ലെങ്കിലും ഇത്തരം പൊതു നന്മയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാസീൻ തീർക്കാൻ വേണ്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതി അത് നിന്നിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ കഫൻ ചെയ്തു. കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കലാണ്. ആ കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മേലെ അത്തർ പൂശുന്നുണ്ട്, സുഗന്ധം. ആ സുഗന്ധം പൂശുന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ചില ആൾ അത്തറും കുപ്പിയും പനിരല്ല അങ്ങനെ തന്നെ കൂടെ ഒഴിക്കല. മയ്യത്ത് നനക്ക് ചെയ്യരുത്. നമ്മൾ കൈകൊണ്ട് തുറക്കുന്ന ആ അത്തർ കൈകൊണ്ട് കൈക്ക പുരട്ടിയിട്ട് തുണ്ടുകൾ ഇറക്കുക. ജനാധിപത്യ ഗൾഫുകാരുടെ 5 മക്കളാണെങ്കിൽ അത്തറും കുപ്പി ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ എടുത്തങ്ങ് ഒഴിക്കുക. കഫൻ തുണി നനയാൻ പാടില്ല. കഫൻ തുണി ഒരിക്കൽ പനിനീറായാലും ശരി കഫൻ തുണി നനക്കരുത്. അത്ര നല്ലോണം പുരട്ടിക്കോ, കൈമ പുരട്ടിയിട്ട് നല്ലോണം ചുറ്റി വൈദ്യുതി നല്ല ഭാഗത്ത് ശരിക്കും പറ്റൂട്, ദോഷമൊന്നുമില്ല. കഫൻ തുണി നനയാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ
സുഗന്ധം ആർക്ക് ധരിക്കാൻ പാടില്ല? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മരിച്ചവരാണെങ്കിൽ അവർക്ക് അത്ര ഊശാൻ പാടില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളുകൾ നാളെ മഹ്ശറിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്ത് എല്ലിക്കൊണ്ടുവരും. അതുകൊണ്ട് അവൻ അത്ര ഊശാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്യുമ്പം മുഖം മറക്കാൻ പാടില്ല, പുരുഷനാണെങ്കിൽ തല മറക്കാൻ പാടില്ല. എനിക്ക് പറഞ്ഞാൽ നമുക്ക് നാടൻ പ്രദേശത്ത് വരില്ല. ഹജ്ജിന് പോയിച്ചാൽ എങ്കിൽ നമ്മൾ ഹജ്ജിന് പോയാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട് എന്നാൽ അവിടെയും നമ്മൾ ചെയ്യേണ്ടി വരില്ല. മസാല മനസ്സിലാക്കുക. ഹജ്ജിന് ഇഹ്റാം ചെയ്തവരെ ഇഹ്റാമിൻ്റെ രൂപത്തിൽ തന്നെ പെണ്ണ് മുഖം പുറത്തായിക്കൊണ്ടും പുരുഷൻ തല പുറത്തായിക്കൊണ്ടും തന്നെ കഫൻ ചെയ്യേണ്ടത്. അവിടെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.